എൻ്റെ പൊന്നു സമയം 12:30 കഴിഞ്ഞു. ഇടിവെട്ട് മാച്ച് കണ്ട ത്രില്ലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു മാച്ച് ലൈവായിട്ട് കണ്ടവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചം വന്നിട്ടുണ്ട്. അമ്മാതിരി മത്സരമായിരുന്നു. മുംബൈയുടെ കയ്യിൽ നിന്ന് മത്സരം വഴുതി പോയെങ്കിലും മത്സരം തിരിച്ചു പിടിച്ച മുംബൈ നമ്മൾ കണ്ടു. അതിനുശേഷം മത്സരം തിരിച്ച് ഗുജറാത്ത് പിടിക്കുന്നത് കണ്ടു. എന്തായാലും ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് 155 റൺസ് മാത്രമാണ് 8 വിക്കറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്പണിംഗ് സൈഡിൽ രോഹിത് ശർമ്മയ്ക്കും റിയാൻ റിക്കൽട്ടിനും തിളങ്ങാൻ സാധിച്ചില്ലെങ്കിലും വിൽ ജാക്സണും സൂര്യകുമാർ യാദവും മികച്ചൊരു ഇന്നിംഗ്സ് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ ഗുജറാത്തിന് ഈ ഒരു സ്കോറിൽ അല്ലാതെ തന്നെ മുംബൈ ഒതുക്കാൻ സാധിക്കുമായിരുന്നു. ഒരുപാട് ചാൻസുകൾ ഗുജറാത്തിന്റെ ഫീൽഡിംഗ് സൈഡിൽ നിന്നും അവർ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 വിക്കറ്റുകൾ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിരുന്നു. പിന്നീട് വന്നതിൽ കാര്യമായിട്ട് ആർക്കും തിളങ്ങാനായിട്ടില്ല. ബോഷ് ഒഴിച്ചിട്ട് 22 ബോൾ 27 റൺസുമായിട്ടാണ് ബോഷ് പോകുന്നത്. ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യതയാർന്ന പ്രകടനം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബോളേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ എക്കോണമി അല്പം ഹൈ ആയി പോയിട്ടുണ്ടായിരുന്ന മുഹമ്മദ് സിറാജിന്റെ പ്രസിദ്ധ് കൃഷ്ണനുമാണ് 9 മുകളിലേക്ക് പോയത്. ബാക്കി എടുത്തു പറയേണ്ടതാണ് റാഷിദ് ഖാൻ, കോട്സെ, അതോടൊപ്പം തന്നെ സായി കിഷോർ ആണെങ്കിലും അല്ലെങ്കിൽ അർഷാദ് ഖാൻ ആണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഗുജറാത്തിന് സായി സുദർശനെ നഷ്ടപ്പെടുന്നു. കാരണം ഇവരുടെ ഓപ്പണിംഗ് സൈഡാണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ളത്. അവിടെ സായി സുദർശനെ നഷ്ടപ്പെടുന്നു. എന്നാൽ മറു സൈഡിൽ ഗില്ലും അതോടൊപ്പം തന്നെ പിന്നീട് വന്ന ബട്ട്ലറും മികച്ചൊരു പാർട്ട്ണർഷിപ്പ് അവിടെ ഉയർത്തുന്നുണ്ട്. അതിനുശേഷം റുദർഫോർഡ് വന്നിട്ടാണെങ്കിലും ചെറിയൊരു ഇന്നിംഗ്സ് കളിച്ചു. ഈ ഒരു സമയത്തൊക്കെ മഴയുടെ സാധ്യത ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്നാൽ ഗുജറാത്ത് ഈസി ആയിട്ട് ചേസ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന സമയത്താണ് 14 ഓവറിന് ശേഷം മത്സരം ഇങ്ങോട്ട് മുംബൈ തിരിച്ചു പിടിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഴയ്ക്ക് ശേഷം അവിടെ പിന്നീട് തുടരെ വിക്കറ്റുകൾ എടുക്കുന്നു. ബൂമറയുടെ ഓവർ ആണെങ്കിലും അല്ലെങ്കിൽ അശ്വിനിയുടെ ഓവർ ആണെങ്കിലും മത്സരം തിരിച്ചു പിടിക്കാൻ സഹായിച്ച ഓവറുകളാണ്. അത് കഴിഞ്ഞ് മഴ പെയ്ത സമയത്തേക്ക് ആദ്യത്തെ മഴ പെയ്ത സമയത്ത് DLS പാർ സ്കോർ 97 നിൽക്കുന്നു. ഗുജറാത്ത് സേഫ് ആയിട്ട് 102 104 എന്തോ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മഴ പെയ്താലും ഗുജറാത്ത് ജയിച്ചു എന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ അത് കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞ് മത്സരം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുംബൈയുടെ കയ്യിലേക്ക് മത്സരം വരുന്നു. ഗുണഗുണ വിക്കറ്റ് എടുക്കുന്നു. അതിനുശേഷം മുംബൈ അങ്ങ് ആറാടുകയാണ്. അതിനുശേഷം മഴ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുംബൈയുടെ കയ്യിലേക്ക് ഗെയിം വന്നു. മഴ പെയ്താൽ മുംബൈ ജയിക്കും എന്നുള്ളതായി. ആ ഒരു സിറ്റുവേഷനിൽ പിന്നീട് മാച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അവസാന ഓവറിലാണ് ശരിക്കും മുംബൈക്ക് പാളിയത്. എന്തുകൊണ്ടാണ് ദീപക് ചഹറിന് അവസാന ഓവർ പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഹാർദിക് പാണ്ഡ്യ ആകെ ഓരോ ഓവർ മാത്രമാണ് 18 റൺസ് വിട്ടുകൊടുത്തു. പക്ഷേ ദീപക് സാറിനെ പവർ പ്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. ദീപക് സാറിട്ടാണെങ്കിൽ എടുത്തിട്ട് അടിയും കിട്ടി. ആ 6ഉം 4ഉം എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ പണി പാളി. അവസാന സമയത്ത് ആ ഒരു മത്സരം ചിലപ്പോൾ ആ റണ്ണൗട്ട് വേണമെങ്കിൽ ഈസി ആയിട്ട് നടത്തായിരുന്നു. ഹാർദിക് പാണ്ഡ്യ കറക്റ്റ് ഒരു ത്രോയിക്കാണ് ശ്രമിച്ചത്. ആ സമയത്ത് സൂര്യകുമാർ യാദവ് സ്റ്റംപ് സൈഡിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ സൂര്യകുമാർ യാദവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഔട്ടാക്കാൻ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഔട്ടാവാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ കുറച്ചുകൂടെ ഒന്ന് ഓടി അടുത്തേക്ക് വന്നിട്ട് ഔട്ടാക്കാൻ നോക്കിയിരുന്നെങ്കിലും ചിലപ്പോൾ സാധ്യതകൾ കൂടുതലായിരുന്നു. അതിനെ കോട്സെ ഒരു മണ്ടത്തരം കാണിച്ചിട്ടാണ് ആ ഷോർട്ട് ബോളിൽ പുള്ളി ചെയ്യാൻ പോയിട്ടാണ് ആ ഒരു ക്യാച്ച് ഔട്ട് ആകുന്നത്. ആ ഒരു മുമ്പത്തെ 5ാമത്തെ ബോളിൽ അവിടെ മുംബൈ തിരിച്ചു വരുന്നതാണ് ഞാൻ ഓർത്തത്. പക്ഷേ എന്തായാലും മുംബൈക്ക് ഇതൊരു തിരിച്ചടിയായിപ്പോയി. ഗുജറാത്ത് 1ാം സ്ഥാനത്തേക്ക് കയറി. മുംബൈയുടെ സ്റ്റിൽ ഹോപ്പുകളൊന്നും തന്നെ പോയിട്ടില്ല. പക്ഷേ ഇനി തുടരെയുള്ള മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു വിജയം നേടിയെടുത്താൽ മതി. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും സംഭവിക്കുന്നത് എന്താണ് പോകുന്നതെന്ന്. എന്തായാലും ലേറ്റ് നൈറ്റ് ആയിട്ടും ഈ ഒരു മത്സരം കണ്ടവർക്ക് പ്യുവർ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് കിടിലൻ എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തി. ബൈ ബൈ ഗൈസ്.